ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം തമിഴിൽ നിന്ന് ഇപ്പം DNA എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. സിനിമ ഞാൻ കണ്ടു. സിനിമ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ കൊള്ളായിരുന്നു. ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡീസന്റ് ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ 2.5 മണിക്കൂർ ഉണ്ടെങ്കിലും വലിയ ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റിയായിരുന്നു. സിനിമ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു പുതുമയുള്ള ഒരു പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അധികം അങ്ങോട്ടൊന്നും കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലോട്ട്. പിന്നെ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും കുറെ അധികം ലോജിക്കൽ മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം കാണും. അതെല്ലാം നമുക്കങ്ങ് അവഗണിച്ചങ്ങിരുന്ന് കാണാൻ പറ്റും. നമ്മള് ഒരു കംപ്ലീറ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം ചിലർക്ക് അതിന്റെ സ്റ്റാർട്ടിങ് ഇഷ്ടപ്പെടാതെ പോകാം. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ബോറിങ് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കുറെ ലോജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതില് നായകൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നായകൻ പക്ഷെങ്കിൽ പോലീസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതെല്ലാം നായകന്റെ ഇതിൽ കൂടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു DNA എന്നുള്ളത്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നായികയ്ക്ക് BPD എന്ന് പറഞ്ഞൊരു മാനസിക രോഗമുണ്ട്. അപ്പം നായകനാണെങ്കിൽ നായകന്റെ പഴയ കാമുകി മരിച്ച വിഷമത്തില് അഡിക്ഷൻ ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് മാറിപ്പോയെന്ന് നായിക പറയുന്നു. അത് വേറെ ആരും വിശ്വസിക്കുന്നില്ല. നായിക മാത്രം വിശ്വസിച്ച് DNA ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിന്റെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത്. പിന്നെ ഇതില് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് കുറച്ച് ആവശ്യമില്ലാത്ത കുറെ സീനുകൾ കുത്തിക്കെട്ടിട്ടുണ്ട്. ഇതിലെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് സീന് കുറച്ച് ട്രിം ചെയ്യായിരുന്നു. ആ ഒരു സീന് വേണം. കാരണം ഇങ്ങനെ ഒരു നായിക ഇങ്ങനെ ഒരു ആളെ കൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ ഒരു റീസൺ വേണം. അതിനായിരിക്കാം അങ്ങനെ ഒരു ഇത്. പിന്നെ ഇതുപോലെ തന്നെ ഒറ്റ നടത്തിൽ തന്നെ ഓർമ്മ മനസ്സിൽ ആ ഒരു മുഖം പതിയുന്നതിന്റെ കൂട്ട് തെക്കാനെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നായിക ആ ഒരു അസുഖം വെച്ചത്. അല്ലാതെ നമുക്കൊരു ജനിച്ച കുഞ്ഞിനെ എങ്ങനെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാകാനൊക്കെ ഉള്ള കഴിവൊന്നും എനിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ അതിനൊക്കെ ആയിരിക്കണം ഇങ്ങനൊരു സ്റ്റാർട്ടിങ് വെച്ചത്. അത് കഴിഞ്ഞ് സിനിമ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തരക്കേടില്ലായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടു നോക്കും. അപ്പം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. തരക്കേടില്ലാത്തൊരു സിനിമയാണ്. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.